സോണിയാഗാന്ധി മഹാപാപം ചെയ്തിരിക്കുന്നു. ആ പാപം ക്ഷമിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടേതാണ്, അമിത്ഷായുടേതാണ് ഈ ഉഗ്രശാസനം പോലെയുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. സോണിയയെ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. വന്ദേമാതരത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ്. വന്ദേമാതരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറിയാൽ 3 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമാക്കി പാർലമെൻറ്റ് നിയമം കൊണ്ടുവന്നത് ഇപ്പോഴാണ്. അതിനുശേഷം വന്ദേമാതരം ആലപിക്കും നിർത്ത് എന്ന് കൈകൊണ്ട് കാണിച്ചു. മംഗലാപുരത്ത് വികാസ് പുത്തൂർ എന്ന് പറയുന്ന ഒരാൾ പോലീസിൽ പരാതിയും കൊടുത്തു. സോണിയാഗാന്ധി പെട്ടോ? ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ സോണിയാഗാന്ധി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം നിയമം തന്നെയാണ്. പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കി 2 ഹൗസസിലും, രാജ്യസഭയിലും ലോക്സഭയിലും. തുടർന്ന് പ്രസിഡന്റ് ഒപ്പിട്ടു. ദേശീയ എംബ്ലം, നാഷണൽ ഓണർ, ഇതിനെയെല്ലാം അപമാനിക്കുന്ന തരത്തിലുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാം. ഫൈനാവാം, ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 3 വർഷത്തെ ശിക്ഷ ഉറപ്പാണ്. ഇതിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ കാരണം വിഷ്വൽസ് ഉണ്ട്, എല്ലാവരും കണ്ടതാണ്. ഇതിൽ നിന്നും അവർ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നില്ല. പക്ഷെ ഇന്നലെ ജയറാം രമേശ് ഒന്ന് പറഞ്ഞു, അതായത് അത് ഖാർഗെ ഈ തടിമാടനാണല്ലോ, പുള്ളിക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഇരിക്കാൻ ഒരു കസേര കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രസ്താവന അങ്ങനെയല്ല. അല്ല, 2 സ്റ്റാൻഡ്സ് കഴിഞ്ഞ് 3ാമത്തെ പാടുമ്പോഴാണ് ഈ സ്ത്രീ നിർത്താനായിട്ട് കൈകൊണ്ട് കാണിക്കുന്നു, ഖാർഗെ വിളിക്കുന്നു, ഒരു വോളണ്ടിയറെ വിളിച്ച് സംസാരിക്കുന്നു. അടുത്ത വിശദീകരണം കോൺഗ്രസ് പറയുന്നത് ബഹുരസമാണ്. അതായത് മുടക്കം കൂടാതെ, തടസ്സം കൂടാതെ എല്ലാം മൊത്തത്തിൽ ഇത് പാടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അത് പാട്ടിന് ഇടയ്ക്ക് വേണോ നിർദ്ദേശം കൊടുക്കാനായിട്ട്? അവർ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെന്താ കാണിച്ചത്? നിർത്തി ദേഷ്യപ്പെട്ടിട്ടാണ് കാണിക്കുന്നത് അവർ. പിന്നെ ഖാർഗെക്ക് 86 വയസ്സൊറ്റയായി, 140-150 കിലോ ഭാരമുണ്ട്. അയാൾ അതുവരെ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ഖാർഗെ ഭാരം ചുമക്കുന്ന ഒരു പടം ഞാൻ കണ്ടു. ഈ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 2 കൈയിലും രാജീവ് ഗാന്ധിയുടെ പെട്ടിയും പിടിച്ചുകൊണ്ട് വരുന്നൊരു പടം. അങ്ങനെയുള്ള പലരും ഉണ്ടല്ലോ. ഈ എന്താണ്, കേരളത്തിൽ തന്നെ പലരും ഉണ്ട്. KPCC പ്രസിഡന്റുമാരുടെ, മുൻ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മുറുക്കാഞ്ചെല്ലം മുതൽ പെട്ടി എടുത്തുകൊണ്ടിരുന്നവരൊക്കെ എന്താ പറയുക, അത്യുന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇവർ ഇന്നലെ കാണിച്ചത് ശുദ്ധ അസംബന്ധമാണ് ഇവർ കാണിച്ചത്. അത് കഴിഞ്ഞ് ജയറാം രമേശ് എന്ന് പറയുന്ന കൊട്ടാര വിദൂഷകൻ, അയാളെ അങ്ങനെ തന്നെ വിദൂഷകനാണ് അയാൾ. കോർട്ട് ജസ്റ്റർ എന്ന് പറയും ഇവരെ. ഈ അസംഖ്യം കോർട്ട് ജസ്റ്റർമാരുള്ളതിൽ ഒരാളാണ് ഇയാൾ. രാജ്യസഭാ സീറ്റും കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ മോദിയെ ചീത്ത വിളിക്കാൻ, ഇംഗ്ലീഷിൽ ചീത്ത പറയണമല്ലോ. ആയമ്മയ്ക്ക് ഇംഗ്ലീഷിലൊന്നും പറയാൻ അറിയാൻ പാടില്ല. ആരെങ്കിലും ഇറ്റാലിയൻ ഭാഷയിൽ ഹിന്ദി എഴുതി കൊടുത്താൽ അവർ ഹിന്ദിയിൽ പറയും. അത് കാണുമ്പോഴേ അറിയാം നമുക്ക്. അല്ലെ, സുനിലിന് വേറൊരു കാര്യം അറിയോ? ഈ വന്ദേമാതരം ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് തോന്നുന്നുണ്ടോ? ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയും. ആ പേരൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അറിയില്ലല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രി എന്നുള്ള പേര് അവർക്ക് പറയാൻ അറിയോ? അവരുടെ അപ്പൂപ്പൻ, അതായത് അച്ഛൻ്റെ കെട്ടിയോൻ്റെ അച്ഛൻ, കെട്ടിയോൻ്റെ അപ്പൂപ്പൻ നെഹ്റു എഴുതിയ പുസ്തകം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയോ അതല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യയോ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? അവർക്ക് എഴുത്തുമാനൊന്നും അറിയില്ല. അവർ ആയിക്കൂടി ഇംഗ്ലീഷിൽ 3-4 വാക്കുകൾ പഠിക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ അവർ ക്യാബറ ഡാൻസർ ആയത്. പിന്നെ ക്യാബറ ഡാൻസർ ഒന്നും വെറുതെ ചുമ്മാ ഇങ്ങനെ പറയല്ലേ സാറേ. ഈ പുസ്തകം എന്താ? ഇത് സോണിയാഗാന്ധി സുബ്രഹ്മണ്യൻ സ്വാമി എഴുതി. എന്താ എഴുതി? പേരെന്താ അതിന്റെ? സോണിയാഗാന്ധി ഹെർ ലൈഫ്, ഹെർ ലൈസ്, ഹെർ മാനിപ്പുലേഷൻസ്. അവരുടെ ജീവിതം, അവരുടെ നുണകൾ, അവരുടെ കുത്തിത്തിരിപ്പുകൾ. ഇനി ഇതിൽ കൂടുതൽ വേണോ? അങ്ങനെ ഒരു പുസ്തകമുണ്ടോ? അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകമൊന്നും മറ്റേ നമ്മുടെ മാർക്കറ്റിൽ കാണാൻ പറ്റൂല. അതാ ഈ പുസ്തകം കണ്ടോ? ഇങ്ങനൊരു പുസ്തകമുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് ഇത് ആര് പബ്ലിഷ് ചെയ്താണെന്ന് പറയട്ടെ. സുബ്രഹ്മണ്യ സ്വാമി എഴുതിയതാണ്, പ്രസിദ്ധീകരിച്ചിരിക്കുന്ന. ആ പേര് പറയണ്ട കേട്ടോ, കമ്പൈൽ ചെയ്ത ആരാന്ന പേര് പറയണ്ട, അല്ലെങ്കിൽ മോഹൻദാസ് കമ്പൈൽ ചെയ്ത പുസ്തകം. ഇത് പബ്ലിഷർ ആരാണ്? പബ്ലിഷറുടെ പേരില്ലല്ലോ.
ഉണ്ട് പബ്ലിഷറുടെ പേരുണ്ട് അതിനകത്ത്. എവിടെ സാർ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, പേര് ഞാൻ പറഞ്ഞു. ഏതായാലും ഇങ്ങനൊരു പുസ്തകമുണ്ട്, ഇത് വെച്ചിട്ടാണ് സാർ പറയാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ വേറെ 2-3 പേരായിട്ട് നേരിട്ട് സംസാരിച്ച അനുഭവമുണ്ട്. ഇപ്പം അരുൺ നെഹ്റുവായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇവരെ കുറിച്ചിട്ട്, നേരിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അരുൺ നെഹ്റു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ മകൻ, അതായത് 57 വയസ്സായ യുവാവ് കർണാടകയിൽ തെരഞ്ഞെടുപ്പിന് പോയിട്ട് എം വിശ്വേശ്വരയ്യ എന്നുള്ള പേര് പറയാൻ പെട്ട പാട് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. ഇറ്റാലിയൻസിന് ഇന്ത്യൻ ഭാഷ ഒന്നും വഴങ്ങൂല, ഹിന്ദിയും ഒന്നും വഴങ്ങില്ല, ഇംഗ്ലീഷ് ഒട്ടും വഴങ്ങൂല. അത് പോട്ടെ, അവർ കാണിച്ചത് മുഴുവൻ ശുദ്ധ ബോഷ്ക്ക്. എന്നിട്ട് ജയറാം രമേശിനെ കൊണ്ട് ന്യായീകരണ തൊഴിലാളിയാണ് അവരുടെ. ഇവർ ചെയ്യുന്ന പോകരിതരങ്ങളെ മുഴുവൻ ന്യായീകരിക്കുക എന്നുള്ളതാണ് അയാളുടെ ചുമതല. അയാൾ ആദ്യം കസേര ഇങ്ങനെ കാണിച്ചാൽ നിർത്തുന്ന് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കസേര കൊണ്ടുവരിക എന്നാണോ? പിന്നെ മല്ലികാർജുൻ ഖാർഗെക്ക് ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു, ഈ പാട്ട് പാടാൻ നേരത്താണ് അയാൾ എഴുന്നേറ്റ് നിന്നത്. അയാൾക്ക് എന്താ അസുഖം? ആ സമയത്ത് ഒരു അസുഖമില്ല, അയാൾ കാളക്കൂറ്റിനെ പോലെ നിൽക്കുകയല്ല, ദിവസം ഒരു കാളനെ തിന്നു അയാൾ. അതാണ് അയാൾക്ക് എന്തൊരു എനർജിയാണെന്ന് അറിയാമോ? 86 വയസ്സ് ഇരിക്കണ കണ്ടിട്ടില്ലേ? ഐ എം നോട്ട് ജോക്കിങ്. ഒരു കാളയെ തിന്നും. നല്ല കാര്യം, നല്ല ഖർഗെ കട്ട ഇങ്ങനെ നിൽക്കുകയാണ് അയാൾ. അപ്പോൾ ഇവർ കാണിച്ചത് ശുദ്ധ തെറ്റാണ്. ഇവർക്ക് അതല്ലെങ്കിൽ ഇവർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഇവർക്ക് ആ വന്ദേമാതരം ആലപിക്കാതിരിക്കാമായിരുന്നു. അതിനെന്തെങ്കിലും കാരണം പറയാം. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ വേറൊരു ആംഗിളിലാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ വന്ദേമാതരത്തിൻ്റെ ശേഷിക്കുന്ന 4 സ്റ്റാൻസുകൾ കോൺഗ്രസ് 1950 തന്നെ ഒഴിവാക്കിയത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എതിർക്കുന്നതും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ധൈര്യപൂർവ്വം സോണിയാഗാന്ധിക്ക് പറഞ്ഞുകൂടെ, ഞങ്ങളത് നിർത്താൻ തന്നെ പറഞ്ഞതാണ്, ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല, അതിൻ്റെ പേരിൽ MP സ്ഥാനം പോകുന്നെങ്കിൽ, ജയിലിൽ പോകുന്നെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതൊരു ചൊല്ലുണ്ട്, യു വാണ്ട് ടു ഹാവ് ദ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു എന്ന് പറയേ. കയ്യിലിരിക്കണോട്ട് പോകാനും പാടില്ല, ഉത്തരത്തിലുള്ള എടുക്കാൻ വേണമെന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ നേച്ചർ. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ ജയിക്കൂല. ഈ ഒരു പേരില് രാജ്യസഭയിലാണ്. രാജ്യസഭയിലാണെങ്കിൽ ജയിക്കണമെങ്കിൽ നിയമസഭയിലെ ഇത് ആരെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിക്കണ്ടേ? കോൺഗ്രസിന് അതിന് വേണ്ടിയുള്ള ഇത് വേണ്ട, അംഗങ്ങൾ. കേരളത്തിൽ നിന്ന് പറ്റുമല്ലോ, കേരളത്തിൽ നിന്ന് പറ്റും, അത് ശരിയാ. പക്ഷെ ഇതിനകത്ത് വേറൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് മുസ്ലിങ്ങളോട് പറയുന്ന വളരെ മുസ്ലിം താല്പര്യം എന്ന് പറയുന്നത് സ്വന്തം തടി കഴിച്ചിലാക്കുന്ന പരിപാടിയൊന്നും ചെയ്യൂല. രണ്ടാമത്തെ കാര്യം, പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടക, ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ നിൽക്കെ ഈ ദേശീയ ഗീതം വന്ദേമാതരം മുഴുവൻ പാടി. കാരണം അവർക്കറിയാം, പാടിയിട്ടില്ലെങ്കിൽ അവർക്ക് അവർക്കെതിരെ നടപടി വരും, കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി വരും, അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കേന്ദ്രത്തിന്റെ ഒരു ഡയറക്ഷൻ ഇങ്ങനെ വയലേറ്റ് ചെയ്തെങ്കിൽ പിറ്റേ ദിവസം സർക്കാർ കാണത്തില്ല. ഇതിപ്പോ അവരെ പിരിച്ചുവിടാം സുനിൽ. പിരിച്ചുവിടില്ല, നരേന്ദ്രമോദി പിരിച്ചുവിടും. കാരണം പിന്നെ ഈ നിയമം പാസ്സാക്കിയേക്കണം എന്തിനാ? എൻ്റെ സാറേ, പ്രേക്ഷകർ നോക്കൂ, സാറ് പറയുന്നത് പിരിച്ചുവിടുന്നു, നമുക്ക് കാണാമല്ലോ. അങ്ങനെ നാളെ മറ്റന്നാളോ ഒക്കെ ഗവർണറുടെ ദ്വൈവാര റിപ്പോർട്ടുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ ഗവർണർ കൊടുക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഇത് ഉൾപ്പെടുത്തും. ഇന്നലെ തന്നെ ഗവർണർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള ഗവർണർ, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഗവർണറുമായിട്ട് അടുത്തൊരു സോഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഗവർണർ വളരെ അപ്സെറ്റാണ് ഈ ഒരു കാര്യത്തിൽ നിന്നുള്ള. അപ്സെറ്റായിട്ട് അവിടെ ഇരിക്കും, അല്ലാതെ റിപ്പോർട്ടും കൊടുക്കും, പക്ഷേ കേന്ദ്രം ഒന്നും ചെയ്യില്ല. നമുക്ക് നോക്കാം, നമുക്ക് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയണ്ട, നമുക്ക് അതിന് അങ്ങനെ എളുപ്പമൊന്നും അല്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ നിയമം പാസ്സാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇതെന്താ സാധാരണക്കാരന് വേണ്ടിയിട്ടാണോ ഈ നിയമം പാസ്സാക്കിയേക്കുന്നത്? അത് ശരി അല്ല. നരേന്ദ്രമോദി ഇപ്പോൾ സതീശനെ ചീത്ത വിളിച്ചാൽ ജയിൽ ഉറപ്പാ. TG മോഹൻദാസിനെ വരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചാൽ പ്രധാനമന്ത്രി അവിശുദ്ധ ജനനമാണ് എന്ന് മരിച്ചുപോയ മാതാവിനെ ചേർത്ത് വരെ അശ്ലീലം പറഞ്ഞ ആളുകൾ ഒരു കേസും ഇല്ലാതെ നടക്കുന്നുണ്ട് സാർ. അത് കാര്യമുണ്ട്. ഇന്ത്യയിലെ അസംഖ്യം പുസ്തക പ്രസിദ്ധീകരണശാലകളിൽ ഇപ്പോൾ ഒരു മാനുസ്ക്രിപ്റ്റായിട്ടും സുനിൽ ചെന്ന് നോക്കൂ, മോദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പുസ്തകമാണ്. അവർ കൈകൊണ്ട് തൊടൂല. മോദിയെ പരസ്യമായിട്ട് പുളിച്ച ആഭാസം വിളിച്ചിട്ടുള്ള പുസ്തകമാണ്. അത് പബ്ലിഷ് ചെയ്യുക അവരത്. അതെ, അതിനെ വിലയുള്ളൂ, അതിനെ മാർക്കറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മോദിക്കെതിരായ വലിയൊരു തരംഗം രാജ്യത്തുണ്ടെന്ന് പറയണം. ഇല്ല, ഇങ്ങനൊരു പുസ്തകം വന്ന വാർത്ത മാധ്യമങ്ങൾക്ക് സുഖമില്ലേ കുറച്ച് ദിവസം. അല്ല, അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എന്ത് ചീത്ത പറഞ്ഞാലും
എന്ത് പുസ്തകത്തിൽ എഴുതിയാലും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭരിക്കുന്നത് സാർ? ഞാൻ അതിന് ഒരു അവര് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള ഭരണമല്ല ഇപ്പോൾ, രാജീവ് ഗാന്ധിയുടെ കാലത്തുള്ള ഭരണമല്ല. ലോകം മാറിയിരിക്കുന്നു സുനിൽ. ഇവിടെ നടക്കുന്ന ഓരോ സ്പന്ദനങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ജനം കാണുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ ചെറിയ കുട്ടികളടക്കം തെറി വിളിക്കുന്നതാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. അത് ഇപ്പോ പണ്ട് 1978 ഫ്രീഡം ഓഫ് റിലീജിയൻ കൊണ്ടുവന്നപ്പോൾ, ആ ബിൽ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യക്കെതിരെ വൻ തോതിൽ ക്യാമ്പയിൻ നടത്തി തെരീസയും പിന്നെ ഇവിടെയുള്ള കുറേ പിറ കർദിനാൾമാരും ചേർന്ന് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് താഴെ പോയത്. ഗവൺമെൻറ് അതല്ലാതെ ചരൺ സിംഗിനെ നമ്മൾ കുറ്റം പറയരുത്. ചരൺ സിംഗ് നിരപരാധിയായ ഒരു മനുഷ്യനായിരുന്നു. അയാൾക്ക് പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹമുണ്ട്, അത് അയാൾ ഒളിച്ചു വെച്ചിട്ടില്ലല്ലോ. അയാൾ പ്രധാനമന്ത്രിയായി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? മൈ ലൈഫ് അംബിഷൻ ഹാസ് ബിൻ ഫുൾഫിൽഡ് എന്നാ പറഞ്ഞത്. അയാളുടെ സത്യസന്ധതയല്ലേ കാണിക്കണേ? അയാളോട് പറഞ്ഞ് നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് തുടരണം. കാരണം മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റൂല. പിന്നെ അടുത്ത തവണ ജയിക്കും ഇല്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ അയാളുടെ ആൾക്കാരെയും കൊണ്ട് പോന്നു. ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലിൻ്റെ കെയർ ഓഫിൽ ഒരേപോലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർ ക്രിസ്ത്യൻ ബ്ലോക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് മൊറാർജി ദേശായി ഗവൺമെൻറ് താഴെ പോയത് 1978-79. അത് പറഞ്ഞ നമ്മുടെ ആൾക്കാർ ചരൺ സിംഗിനെയാണ് കുറ്റം. എന്നാൽ പിന്നെ ചരൺ സിംഗിന് ഭാരതരത്നം കൊടുത്ത് എന്തിനാ? അവർക്ക് മനസ്സിലായി, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ചരൺ സിംഗ് കുറ്റക്കാരനല്ല എന്ന്. എന്തുകൊണ്ടാണ് 1921 മാപ്പിള ലഹള ഹിന്ദു ജന്മിമാരുടെ ക്രൂരത അതിൽ മനം നൊന്ത് മുസ്ലിങ്ങൾ ചെയ്തതല്ല എന്ന് എന്തുകൊണ്ട് മനസ്സിലായി? അന്ന് ബ്രിട്ടനിലേക്ക് അയച്ചിരുന്ന, ഇന്ത്യ ഓഫീസിലേക്ക് അയച്ചിരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ മുഴുവനും ഈ മുസ്ലിം തീവ്രവാദികളെ കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. അല്ല, അംബേദ്കർ അവർ എഴുതിയിട്ടുണ്ടല്ലോ, അംബേദ്കറും ഗാന്ധിയും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ മലബാർ കൂട്ടക്കൊല ഹിന്ദു വേട്ടയായിരുന്നു എന്നുള്ളത്. അവർ സമ്മതിക്കുക. അവർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ്, സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർലമെന്റിൽ ആവശ്യം ഉന്നയിച്ചല്ലേ? അല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോഴേ ഗാന്ധി അംബേദ്കറെ നമ്മൾ എടുക്കുള്ളൂ. അംബേദ്കറെ കുറിച്ച്, അംബേദ്കറുടെ കൃതികളെ കുറിച്ച് വലിയ വാചാലമായി സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ അംബേദ്കർ മുസ്ലിം മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മിണ്ടൂല. അതിപ്പോൾ ഇവർ രാമകൃഷ്ണ മിഷൻ ആശ്രമത്തിൽ പോയിരുന്നു, ഈ സോണിയാഗാന്ധി. അവിടെ ചെന്ന് സ്വാമി രാമകൃഷ്ണനെയും സ്വാമി വിവേകാനന്ദനെയും പ്രകീർത്തിച്ചുകൊണ്ട് വളരെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായും എഴുതി കൊടുത്ത പ്രസംഗമായിരിക്കുമ്പോൾ അവർക്ക് പേരുകൂടി പറയാൻ അറിയണ്ടാവില്ല. അവർക്ക് അവിടെ നിന്ന് വിവേകാനന്ദൻ്റെ കളക്റ്റഡ് വോളിയംസ്, എന്താണ് പറയുന്നത്, എല്ലാ രചനകളുടെയും കളക്റ്റഡ് വോളിയം അവർക്ക് കൊടുത്ത് അവരത് മേടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പോന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഹിന്ദു മതം ഉപേക്ഷിച്ച് പോകുന്ന ഓരോ വ്യക്തികളും ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന്. ശരിയാണ്. അത് വായിച്ചിട്ട് അവർ ഇന്നേ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. അത് വായിച്ചിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ട്യൂഷൻ മാസ്റ്ററെ ആരെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് വായിച്ചതിൻ്റെ അർത്ഥം പറഞ്ഞു കാട്ടെ എന്ന് പറയാനുള്ള ഒന്നും ഇല്ല അവർക്ക്. ഇതൊക്കെ വായിച്ചിട്ട് കാര്യമില്ല എന്നായിരിക്കും. അപ്പം ഒന്ന് ഇതിൻ്റെ മോറൽ വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ധാർമ്മിക മൂല്യം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കോൺഗ്രസ് നേതാവായി തുടരാനോ ഇന്ത്യയിൽ തന്നെ ഒരു കോൺഗ്രസിൻ്റെ പ്രൊപ്രൈറ്റർ എന്നുള്ള രീതിയിൽ തുടരാനോ ഉള്ള ധാർമ്മികമായ അവകാശമില്ല. കാരണം ഈ ഭാരത സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാരിൽ നിന്നും ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം 3-4 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സ്വാമി വിവേകാനന്ദൻ, പിന്നെ ഒന്ന് മഹർഷി അരബിന്ദോ, പിന്നെ 3 ഈ വന്ദേ മാതരം എന്നുള്ള ഗാനം, പിന്നെ ജയ് ഭാരത്, എന്താ പറയണ, വന്ദേ മാതരം, പിന്നെ വേറെ ഒന്ന് ശ്രീറാം കി ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ഇത് എന്നാ മാറ്റിയതെന്നറിയാമോ? 1940 മാർച്ച് മാസം 6-ാം തീയതി 7-ാം തീയതിയാണ് ഇത് മാറ്റിയത്, ഇല്ലാണ്ടായത്. കാരണം അന്നാണ് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന്.
അതോടുകൂടി ന്യൂനപക്ഷ പ്രേമം കാണിക്കാൻ വേണ്ടി നെഹ്റുവും ഗാന്ധിയും എല്ലാവരും കൂടി ചെയ്ത കാര്യമാണ്. അതുവരെ ഗാന്ധി നെഹ്റുവൊക്കെ വന്ദേമാതരവും പിന്നെ ശ്രീറാം ജയ് പാടിക്കൊണ്ടൊക്കെയാണ് സ്വാതന്ത്ര്യ സമ്മേളനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഗാന്ധി വെടികൊണ്ട് ചത്തപ്പോൾ ഹേ റാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരു എന്താ പെട്ടെന്ന് പേര് കിട്ടണല്ലോ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, കല്യാണം, വെങ്കട്രാം കല്യാണം എൻ്റെ അടുത്ത് പറഞ്ഞത് ഗാന്ധിജിക്ക് ഒരു വെടിയെ കൊണ്ടുള്ളൂ നെഞ്ഞത്ത്. ആ വെടി കൊണ്ടപ്പോൾ തന്നെ ഗാന്ധിജി തീർന്നു. അങ്ങേർക്ക് ഹേ റാം എന്ന് പറയാൻ പറ്റും, ഹേ എന്ന് പറയാനുള്ള സമയം കൂടി ഉണ്ടായില്ല. അന്ന് സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്ന ആൾക്കാരും ഗാന്ധിയുടെ ഭക്തരും പറഞ്ഞുണ്ടാക്കിയതാണ്. അദ്ദേഹം വെടികൊണ്ട് വീണപ്പോൾ ഹേ റാം എന്ന് പറഞ്ഞു. എനിവേ ഇവർ കാണിച്ചത് ശുദ്ധ പോഷ്കാണ്. ഇവർക്കെതിരെ ഇത് അല്ലെങ്കിൽ പിന്നെ ആഭ്യന്തരമന്ത്രി, ഈ രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അവർ തെറ്റ് ചെയ്തിരിക്കുന്നത്. സിന്ന അവർ കുറെ അധികം ചെയ്തിട്ടുണ്ട്. എന്തിനാ ഒരു പാപമാക്കണേ? ആദ്യ പാപം തൊട്ട് എല്ലാ പാപവും ചെയ്തിട്ടുണ്ട് അവർ. സോണിയ സിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ സോണിയ ഒരു പാപിയാണെന്നല്ലേ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും സംശയമുണ്ടോ? പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ സംസാരിക്കുമ്പോൾ അവർ മാന്യന്മാരുടെ ഭാഷ ഉപയോഗിക്കുള്ളൂ. ഒരാൾ പാപി എന്നൊക്കെ വിളിക്കാം. അല്ല, അവരെ വിളിക്കാവുന്ന ഏറ്റവും നല്ല പാർലമെന്ററി ഭാഷ പാപി എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഈ കേസ് എങ്ങനെയാവും നോക്കാം. ഏതായാലും വളരെ പെട്ടെന്ന് കോൺഗ്രസ് വല്ലാതെ പ്രതിരോധത്തിലായി. വന്ദേമാതരത്തിനെ ആക്ഷേപിച്ചു എന്നുള്ള വസ്തുതയ്ക്ക് ആക്ഷേപമൊന്നുമല്ല, നമ്മളെല്ലാം കണ്ടതാ. ഒരു കാര്യം കൂടിയുണ്ട് സുനിൽ, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിലും വന്ദേമാതരം പാടി. അതുപോലെ കശ്മീരിലെ മുഖ്യമന്ത്രി മേത്തനല്ലേ, അബ്ദുള്ള, അയാള് പങ്കെടുത്ത പരിപാടിയിൽ അത് മാത്രമല്ല ഒമർ അബ്ദുള്ള മറ്റൊന്നുകൂടെ പറഞ്ഞു, POK ഞങ്ങൾ പിടിച്ചെടുക്കുന്നു പറഞ്ഞു. അതൊക്കെ പിടിച്ചെടുത്തിട്ടേ കുഴപ്പമില്ല. അയാൾ പോയി പിടിച്ചെടുക്കണം അല്ലേ? ഇന്ത്യ ഗവൺമെന്റിനെ തേരാപ്പാരെ എതിർക്കണവർ, അവർക്കിപ്പോ വേണ്ടത് ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡാണ്. അതായത് പഴയ പോലെ ആക്കി കൊടുത്താൽ അവർക്ക് ബാക്കിയുള്ള പണ്ഡിറ്റുമാരെയും കൂടി കൊല്ലിക്കാമല്ലോ ആളെ വിട്ടിട്ട്. അത് കാരണം ഒരിക്കലും സ്റ്റേറ്റ്ഹുഡ് കൊടുക്കരുത് ജമ്മു കാശ്മീരിന്. ലെറ്റ് ഇറ്റ് ബി യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു, ലെറ്റ് ഇറ്റ് ബി യൂണിയൻ ടെറിട്ടറി ഓഫ് കാശ്മീർ. അത്ര യൂണിയൻ ടെറിട്ടറി ഓഫ് മലപ്പുറം അത് വരൂല. ഇവര് ഡെമോഗ്രാഫിക് കമ്മീഷൻ വരുന്നുണ്ട്. ഡെമോഗ്രാഫിക് കമ്മീഷൻ കാശ്മീരിൽ സന്ദർശനം നടത്തി. അടുത്ത വിസിറ്റ് കേരളത്തിലായിരിക്കും എന്ന് കേൾക്കുന്നു. മലപ്പുറം 2, 3, 4 ആയിട്ട് അവർ അടുത്ത് തന്നെ ഡിവൈഡ് ചെയ്യുക, അതിനകത്ത് സംശയമൊന്നുമില്ല. ആ കാര്യം അത് അവർ പറയണ കേട്ടില്ലേ, ഓരോ വകുപ്പിലും മന്ത്രിമാർ ഭരിക്കുന്ന ഓരോ വകുപ്പിലും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഉണ്ടാവും, എല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഏതായാലും സോണിയാഗാന്ധിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് വളരെ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നലത്തെ വന്ദേമാതരത്തിൻ്റെ ആലാപനത്തിലൂടെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ BJP സർക്കാർ കൊണ്ടുവന്ന ട്രാപ്പിൽ കോൺഗ്രസ് വീണു. സംശയമില്ല കാര്യത്തിൽ. അതിപ്പോൾ കോൺഗ്രസ് വീണു എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി മാത്രമല്ല വീണിരിക്കണേ, മല്ലികാർജുൻ ഖർഗെയും വീണു. കാരണം നമ്മൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അറ്റൻഷനായിട്ട് നിൽക്കണം എന്നാണ് പറയണേ. അയാളുടെ കൈയും കാലും പൊക്കിയൊക്കെ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് കഴുത്തിൽ ഇടേണ്ട മാല, ചില ആളുണ്ടല്ലോ തലയിൽ വെക്കേണ്ട ഹെൽമെറ്റ് കയ്യിലിട്ടുകൊണ്ട് ബൈക്ക് ഓടിക്കുന്ന ആളുണ്ട്, അതുപോലെ കഴുത്തിലിടുന്ന മാല കയ്യിലിട്ട് കറക്കിക്കൊണ്ടിരുന്നു സാറിൻ്റെ ലവർ ഓഫ് പട്ടേ. ഞാൻ വിചാരിച്ച അയാളുടെ 2 കൈയും 2 പോക്കറ്റിലാണ്, പാൻറ് 2 പോക്കറ്റിലാണ്. ഡീസൻ്റ് ആയിട്ടാണ്. നീ സാധനം ഇട്ട് കറക്കിക്കൊണ്ടിരുന്നു. ഞാൻ നിൽക്കില്ല, കാരണം ജന്മത്തിൽ ശനിയാണ് അയാള്. ജന്മത്തിൽ ശനി എന്ന് പറയും ജ്യോതിഷന്മാരെ, ചൊവ്വാവില്ല. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കുമാർ ചെല്ലപ്പൻ സാർ നല്ല ഫോമിലാണ്. അതുകൊണ്ട് തൊട്ടടുത്ത എപ്പിസോഡുകൾ ഉറപ്പായിട്ടും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും വേണം.